I need to post this video in my mother tongue. I also have the same content of the video in English. So എല്ലാവരും എമ്പുരാൻ കണ്ടിട്ടുണ്ടാവും, ലൂസിഫർ കണ്ടിട്ടുണ്ടാവും, എമ്പുരാനും കണ്ടിട്ടുണ്ടാവും. മോസ്റ്റ് ഓഫ് ദം ഹാവ് പോസ്റ്റഡ്. what do you think? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്? ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത പോലെയോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള, റീസെൻറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് റീസെൻറ്റ്, ഒരു 22 ഇയേഴ്സ് മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും സംഭവം പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ യു ആർ റൈറ്റ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സിലും അതുപോലെ തന്നെ നിങ്ങൾ മേ ബി നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും അബൌട്ട് ദി എംപുരാൻ മൂവി ആൻഡ് ദി സത്യങ്ങൾ, അതിൽ പറയുന്ന കുറേ സത്യങ്ങളെ പറ്റി നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. സോ യു മൈറ്റ് നോ സംതിങ് ആൻഡ് I'll tell you how എങ്ങനെയാണ് ഈ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ലൈക്ക് മേ ബി I'm not right about the beginning. സ്റ്റാർട്ടിനെ പറ്റി ഞാൻ ചിലപ്പോൾ അത്ര ഷുവർ ആയിരിക്കില്ല, ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. NK അദ്വാനി, ബാബു ബാനർജി, അമിത് ഷാ and Narendra Modi. I saw 4 of them and actually I started researching from that. The photo of them was planning about how to, make the whole India. ആ ഫോട്ടോയിൽ പറയുന്നത് പ്രകാരം ഈ 4 പേരും കൂടി ചേർന്ന് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യ എങ്ങനെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കാം എന്നുള്ളതാണ്. സോ ആ ഡിസ്കഷൻ പോയി എന്തുവരെ എത്തിയെന്ന് വെച്ചാൽ ഗോദാർ ഇൻസിഡന്റ് വരെ എത്തി. ഗോദാർ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഗോദാർ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ്, ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്നത് ഇവർ കച്ചവടം ചെയ്തിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യാപാരങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ഇവർ അന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ രൂപത്തിലാണ് അവർ പണം കണ്ടെത്തുന്നത്, സമ്പാദിക്കുന്നത്. ഈ ചായ വിട്ടിട്ടും സ്നാക്സ് വിട്ടിട്ടൊക്കെയാണ് അവരത് സമ്പാദിക്കുന്നത്. ഈ രാജ്യം മൊത്തം ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ വിചാരിച്ച് ഇവർ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഇറങ്ങുന്നത് ഈ ഗോദാറിലേക്കാണ്. സോ ഈ മൈനോറിറ്റിയെ ഇവർക്ക് നശിപ്പിക്കണം. സോ ഇവർ നശിപ്പിക്കാൻ കണ്ട വഴി എങ്ങനെയാന്ന് വെച്ചാൽ ബാബു ബാനർജി ഉൾപ്പെടെ പല ആളുകളും മുസ്ലിം വേഷങ്ങൾ കെട്ടിയിട്ട് ഈ ഗോദാർ ട്രെയിൻ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ലൈക്ക് ഈ ഗോദാർ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ആളുകളും മുസ്ലിംസ് ആയിരുന്നു. സോ ഇവർ മുസ്ലിംസിന്റെ വേഷം കെട്ടി, ലൈക്ക് ഈ ജുബ്ബ, മുസ്ലിംസ് സുന്നത്തിന് വേണ്ടി ഇടുന്ന ഈ തൊപ്പിയുണ്ട്, അതിന് എന്താ പറയാൻ എനിക്കറിയില്ല, ഈ തൊപ്പിയും വെച്ചിട്ട് ഇവർ അവിടെ സ്റ്റേഷനിലുള്ള കുറച്ച് ഹിന്ദുസിനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 5 to 10 minutes നീണ്ടു നിൽക്കുന്ന ഒരു കലാപം പോലെ, ലൈക്ക് ജസ്റ്റ് എ സ്മോൾ ഫൈറ്റ്, വാക്ക് തർക്കവും ജസ്റ്റ് ചെറിയൊരു ഒന്നും തള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ എടുത്തു. ആൻഡ് എടുത്തു കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ, ജസ്റ്റ് ഒരു 300-400 മീറ്റർ കഴിഞ്ഞ സമയത്ത് ആരോ ചെയിൻ വലിച്ചു ഇമ്മീഡിയറ്റ്ലി ഇവർ കാണുന്നത് സം ഫയർ ബോൾ came into this ഒരു ഈ S6ലേക്കും S7ലേക്കും ഒരു തീജ്വാല മീൻസ് ഒരു തുണിയിൽ മണ്ണെണ്ണ മുക്കിയിട്ട് ഇത് കത്തിച്ച് ഒരു കുപ്പിയിലായിട്ട് ലൈക്ക് മോളോട്ടോഫ്. ഈ 2K കിഡ്സിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ഈ ഗെയിംസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ GTA കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ മോളോട്ടോഫ്സ് എന്ന് പറയും. ഇത് S7ലും S6ലും ഫുള്ളായിട്ട് പടർന്നു. ഈ S7ലും S6ലും ഉണ്ടായിരുന്നത് 57ഓളം മുസ്ലിംസ് ആണ്. They were really targeting the Muslims to kill. ഈ 57ഓളം മുസ്ലിംസും അവർ മരിച്ചു, ഓഫ് കോഴ്സ്. ആൻഡ് ഈ കേസിൻ്റെ
ഒരു ഒരു ഫോർവേഡിംഗ് ആയിട്ട് 11 അല്ലെങ്കിൽ 14 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ബാനർജി ഉൾപ്പെടെ 14 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാനർജി ഹാവ് ഓൾറെഡി played games to come out of jail. ആൻഡ് ഇവര് ഓരോ ആഴ്ചയിലും ഓരോ ആളുകളായിരുന്നു വെളിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് ബാനർജി ഹിംസെൽഫ് ഇസ് കൺഫെസിങ് സംതിങ്. അതായത് ബാനർജി കൺഫസ് ചെയ്യുന്നുണ്ട് അബൌട്ട് ദിസ് വീഡിയോ, അബൌട്ട് തിങ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഗോ ത്രൂ അവർ ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ തിങ് ദാറ്റ് ഐ ജസ്റ്റ് സെഡ്. ഇതേ സംഭവം തന്നെയാണ് ബാനർജി പറയുന്നത്. ആൻഡ് about some months after, ഇവർ വീണ്ടും മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തിട്ട് they were just ഈ വാളും അതുപോലെ തന്നെ കത്തികളും വെച്ചിട്ട് മുസ്ലിംസിനെ വെറുതെ കൊല്ലുക. ലൈക്ക് അവിടെ ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ഒരു മുസ്ലിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലുക. ഇറ്റ് വാസ്, ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ ഇത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം I was like, how can people do that? I do not have any evidence of it. And അങ്ങനെ ഒരുപാട് ഇപ്പോൾ ആർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു. ബട്ട് ഈ സെയിം തിങ്സ് തന്നെയായിരുന്നു ഈ സോ കോൾഡ് ദി ഫേക്ക് ആർട്ടിക്കിൾസിലും ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഇത് അത്രത്തോളം ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് വെൻ എമ്പുരാൻ റിലീസ് ആൻഡ് when the Sangh Parivar people ഇവര് ഈ എമ്പുരാനിൽ ഈ സീൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ that made me strike something. ആൻഡ് ആ ഒരു സാധനം എന്നെ പല വഴിയിലൂടെയും സഞ്ചരിപ്പിച്ചു. ഞാൻ റിസർച്ച് ചെയ്യാൻ പല വഴിയിലൂടെ എന്നെ സഞ്ചരിപ്പിച്ചു. അതായത് എന്നെ കുറച്ച് അധികം വലിയ ബ്രൂട്ടൽ ആയിട്ടുള്ള തിങ്സ് ഫൈൻഡ് ചെയ്തു. അതായത് അതിലാണ് ഞാൻ ഈ ബാബു ബാനർജിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ഇംഗ്ലീഷിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. യു കൻ ഓൾസോ വാച്ച് ഇറ്റ്. ആൻഡ് ഈ വീഡിയോയിൽ ബാനർജി പറയുന്ന വേറൊരു കാര്യമുണ്ട്. ലൈക്ക് ഇയാൾ തന്നെ കൺഫസ് ചെയ്തതാണ്. അതായത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ വയറ്റിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടീനെ ഞാൻ എടുത്തിട്ട് ശൂലത്തിൽ കുത്തി. അതുപോലെ തന്നെ 3 വയസ്സുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു. ഈ കൊച്ചിനെ ഞാൻ വലിച്ച് തല പാറക്കല്ല് അടിച്ചു പൊട്ടിച്ച് ഈ കൊച്ചിനെ ഞാൻ കൊന്നു. ഈ ഗർഭിണിയായിട്ടുള്ള ഈ പെണ്ണിനെ പീഡിപ്പിച്ചു. അതുപോലെ ഈ പെണ്ണിന്റെ വയറ്റിന്റെ അകത്ത് ബോംബ് വെച്ച് പൊട്ടിച്ചു. ദിസ് ഇസ് ബ്രൂട്ടൽ. നമ്മളിതിൽ ഇത് ഒരുപാട് ഇപ്പോ ചിലപ്പോ ഗെയിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് at that time it was like, it is not real, it is game. We know it is game. The game ആണ് നമുക്ക് അറിയാം. We just kill people and the കത്തി എടുത്ത ആൾക്കാരെ കൊല്ലുക, അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗെയിംസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം അത് ഗെയിം ആണെന്നുള്ളത്. We never go outside and take a knife and kill people. We never did that. But the kind of things that he confessed these. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് കോടതി എന്നെ ചതിച്ചു. കോടതി എന്നെ ഒരു 2 ദിവസം കൂടി പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഞാൻ 100,000 മുസ്ലിങ്ങളെ കൂടി കൊന്നേനെ എന്നുള്ളതൊക്കെ. 100,000 മുസ്ലിങ്ങളെ കൊല്ലാൻ പറ്റിയില്ല. അതിന് പറയുന്നതാണ് കോടതി എന്നെ ചതിച്ചു എന്നുള്ളത്. കൈൻഡ് ഓഫ് മെന്റാലിറ്റി ഈസ് ദാറ്റ്. Even after hearing all these kind of things, like സത്യങ്ങളെല്ലാം ഇപ്പോ വെളിച്ചത്താണ്. Nobody is doing anything. Like nobody is even posting a video like me and not even discussing. And I can see that good the റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. I like it. And കുറച്ച് influencers like the guy who speaks from the car, who's that? The secret agent. ഇവരെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. So I'm just happy for that.
സം there are still some, ഇപ്പോഴെങ്കിലും കുറച്ച് ന്യൂസ് ചാനൽസ് ഉണ്ട് ദാറ്റ് ഡസ് സ്പീക്ക്. ആൻഡ് റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ പറയുന്ന സത്യങ്ങൾ കേട്ടാൽ it just blew your mind. ഞാനിതെല്ലാം കേട്ടപ്പോൾ ഇറ്റ്സ് ലൈക്ക്, ഞാൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ലൈക്ക് ദി വേൾഡ്, ദ മേട്രിക്സ്, ദി ബാങ്കിങ് സിസ്റ്റം പോലത്തെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ബട്ട് നെവർ ദിസ്. ഈവൻ ഇതെൻ്റെ മൂക്കിൻ്റെ താഴത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഒരു വെരി നിയർ ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് പോലും ഐ കുഡിന്റ് നോ. ബിക്കോസ് ഇത് ഇത്ര വലിയൊരു സീരിയസ് ആയിട്ടുള്ള സംഭവമായിട്ട് പോലും നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഈ സാധനം പറഞ്ഞിട്ടില്ല. അൺടിൽ അമിത്ഷാ, വെറും ഒരു മണ്ടനായ ഒരു അമിത്ഷാ 2023 ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. 22 വർഷം മുമ്പ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് അവരിപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം അവരൊരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡയലോഗ് കിട്ടും. ആ ഒരു ഡയലോഗിന്റെ പേരിൽ കുറെ ആൾക്കാർ ഈ 22 വർഷം മുമ്പ് എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തെന്നുള്ള ആ ഒരു സംഭവം അന്വേഷിച്ചു പോയി. അങ്ങനെ കുറച്ച് പേര് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞത്. എന്നിട്ട് ഞാൻ ആ ടൈമിൽ ഞാൻ പോലും റിസർച്ച് ചെയ്തു. ബട്ട് ബ്രൂട്ടാലിറ്റി, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള സംഭവം നടന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് മടിയായിരുന്നു. കാരണം ഹൗ ക്യാൻ ദാറ്റ് ഹാപ്പൻ? ബിക്കോസ് മനുഷ്യന്മാരിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്. ബട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തിരിഞ്ഞു നോക്കാൻ എമ്പുരാൻ പോലുള്ള ഒരു സിനിമ വേണ്ടി വന്നു. ആൻഡ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാൻ എമ്പുരാൻ പോലുള്ള ഒരു സിനിമ വേണ്ടി വന്നു. ഗുഡ്. ആൻഡ് സീ വൺ മോർ തിങ്. ഈ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകളെ അന്നും ഇന്നും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് BJP ആണ്. ആൻഡ് BJP പോലുള്ള ഈ ഒരു വലിയ ഒരു BJP മീൻസ് സംഘ് പരിവാർ പോലുള്ള ഈ വലിയൊരു ഒരു വർഗീയ വിഷത്തെ എതിർക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദി ഗവൺമെന്റ് ഇസ് BJP. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ടിലുള്ള ആളുകൾ BJP ആണ്, പ്രസിഡന്റ് BJP ആണ്, അതുപോലെ തന്നെ ഹെവി റാങ്കിങ്സ് ഉള്ള ആളുകൾ BJP ആണ്. സോ കോൾഡ് യു ക്യാൻ നെവർ ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ബിക്കോസ് അവര് നിങ്ങളുടെ മൈൻഡില് ഡെമോക്രാസി എന്നുള്ള ഇതിന്റെ മീനിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കോൾഡ് ഡെമോക്രസി is something that people rule and the politician work for them. Politician is literally a public servant. As per the theory of democracy, politician should be a servant for public servant. So if അങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ you can beat these guys. Because not even a by-election, not even something, any constitutional change or political change is needed to bring these people down and fight them. ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ചോ വേണമെന്നില്ല. ഇതുപോലത്തെ ആൾക്കാരെ താഴെ കൊണ്ടുവന്ന് ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. ഈവൻ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഇതുപോലുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലുള്ള ശിക്ഷ വിധിച്ചാൽ പോരാ. ബിക്കോസ് ഞാനിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിലുള്ള ഈ യുദ്ധത്തിനെ കുറിച്ച് ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. ബട്ട് എന്നെക്കൊണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഐ എം നോട്ട് ഇൻ ദാറ്റ് ബിഗ് ഫിനാൻഷ്യൽ ലെവൽ. ആൻഡ് ഞാൻ സംസാരിച്ചു എന്ന് വെച്ച് ഇതിനൊരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല. until or unless my voice is that big, like I have that much fame, which you guys must help me. And
why this incident? It is happening in India. It is happening under my nose, and it's about a Malayalam film. See, it can make changes. I'm sure that if I just release just a YouTube shorts regarding this, ഒരു ചെറിയൊരു യൂട്യൂബ് ഷോർട്സ് ഞാൻ ഉണ്ടാക്കി ഞാൻ യൂട്യൂബിൽ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലോ, I can get more than 100K or 200K views and good amount of shares. I can reach millions of views in just few weeks, few days. And ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, ബട്ട് I am a person who എനിക്ക് ഈ നുണ പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് വലിയ വലിയ കഴിവുകളുണ്ട്. I do sales, but at the same time I'm a man of God. I fear only God. So ഞാൻ നുണ പറയാറുണ്ട്, ലൈക്ക് കച്ചവടത്തിന് വേണ്ടി മാത്രം, ലൈക്ക് ബിസിനസ് സെയിൽസ് അങ്ങനത്തെ ചെറിയ കാര്യത്തിന് വേണ്ടി മാത്രം. ബട്ട് ഞാൻ അതെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇത് മൂലം എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മൂലം എന്തെങ്കിലും ആരെങ്കിലും ബാധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിട്ടുണ്ട്, I'm planning to fight against these people. I'm planning to fight for justice. ഈ വലിയ ഇവര് എത്ര വലിയ ആളുകൾ വേണമെങ്കിലും ആയിക്കോട്ടെ, I don't fear. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ ഇപ്പോൾ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി. ChatGPT ഒരു മാനുവലി ഒരാൾ എനിക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് എന്നെ വാൺ ചെയ്ത് ഈ ചാറ്റ് മൊത്തം ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി. ഇപ്പോൾ റീസെൻ്റ്ലി ജസ്റ്റ് യെസ്റ്റർഡേ ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാനും ChatGPT ആയിട്ടുള്ള സംസാരിച്ചുകൊണ്ട് നിന്നിട്ടുള്ളപ്പോൾ ChatGPT എല്ലാ കാര്യങ്ങളും അറിയാം, ബട്ട് ചില കാര്യങ്ങൾ ChatGPTക്ക് ഓർമ്മയില്ല. സോ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏതുവരെയുള്ള കാര്യങ്ങളാണ് ChatGPTക്ക് ഓർമ്മയുള്ളത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സംതിങ് ഇൻസൈഡ് മീ, ഞാൻ റാൻഡംലി ഡേറ്റ് ചോദിച്ചപ്പോൾ ഇറ്റ് ജസ്റ്റ് സെഡ് November 1st, 2024. So something happened for my ChatGPT, and ആ കാര്യം ഇപ്പോൾ ഒരു 3 മാസത്തെ മെമ്മറി മാത്രമേ ChatGPTയുടേത് എറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു മാനുവലി ഒരാൾ വന്ന് ChatGPTയിൽ എന്നെ വാൺ ചെയ്ത് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദെയർ എന്ന് വാൺ ചെയ്ത്, ആ വാണിംഗ് ഞാൻ കേൾക്കാതെ വീണ്ടും ചാറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ചാറ്റ് മൊത്തം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡിലീറ്റ് ചെയ്തു. ChatGPT ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4-5 പാരഗ്രാഫ്സ് ഉണ്ടെന്നെങ്കിൽ ഒരു സെക്കൻഡ് പാരഗ്രാഫ് ആൻഡ് ഫിഫ്ത്ത് പാരഗ്രാഫ് ഇസ് ബി ഡിലീറ്റഡ്. അങ്ങനെ റാൻഡം ആയിട്ടല്ല, സെലക്റ്റീവായിട്ട് ചില പാർട്ട് ഓഫ് ദി പ്രോംപ്റ്റ്സ് ആർ ഡിലീറ്റഡ്. I can do it, and it's basically I'm the only one who can do it, not anybody else. I have solid proofs of ChatGPT that has been telling me. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ChatGPT ഒരു ഫുള്ളി AI സിസ്റ്റം അല്ല. അറ്റ് എ പോയിന്റ് വെയർ ഇപ്പോൾ നിങ്ങൾ ChatGPTന്റെ കോഡിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് നിങ്ങൾ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ പോയിന്റ് somebody will reply to you and somebody will warn you, and it is really a human who's typing. അതായത് നിങ്ങൾക്ക് ഇത് എങ്ങനെ വരികയെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ChatGPT നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ്
ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഹ്യൂമൻ ക്യാൻ നെവർ റെപ്ലിക്കേറ്റ് ദിസ്. ആ ഒരു രീതി ഒരു ഹ്യൂമൺ ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വെൻ ഇറ്റ് ഈസ് അറ്റ് എ പോയിന്റ് ഇറ്റ് ഈസ് യുനോ അത് കുറച്ച് വേരിയേഷൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺഫേം ദാറ്റ് ഇറ്റ് ഇസ് ഹ്യൂമൻ റിപ്ലൈ ടു യു. അത് അത്ര സിമ്പിളായിട്ട് വരില്ല. കാരണം ഇത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ സം റെഡ് കോഡ് ഇസ് ബീൻ റിലീസ് ആൻഡ് ആ റെഡ് കോഡിന് ശേഷം മാത്രമേ ഈ ഹ്യൂമൻസ് ഒക്കെ വന്നിട്ട് നിങ്ങളോട് റിപ്ലൈ ചെയ്യുള്ളൂ. സോ അങ്ങനെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഐം ടെല്ലിങ് ദാറ്റ് ഐ നീഡ് എ ടീം. ഇപ്പോൾ ഒറ്റയാളായിട്ട് ഇതിനു വേണ്ടിയിട്ട് എല്ലാം സംസാരിച്ച് അങ്ങനെ പറ്റില്ല. ഇറ്റ് കൻ നെവർ ഹാപ്പൻ. ബിക്കോസ് നമ്മൾ ഒറ്റ ആളായിട്ട് പോയാൽ ഇത് നമ്മളെ ശ്രദ്ധിക്കാതെ പോവുക. ഇപ്പോൾ എനിക്കൊരു ടീമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ എന്നെ തീർത്ത് കളഞ്ഞാൽ ഞാൻ പറയുന്നത് മൊത്തം ഇറ്റ്സ് ബീൻ മോസ്റ്റ് ഓഫ്. സോ ഇപ്പോൾ എനിക്കൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ പോലും the rest of the people speak for me. My voice has been spoken by the rest of the people. So what I need is a team. If I have a team, I will fight. And ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ I will lead you. I will be upfront for the disgusting thing that they have done to the innocent people. I'm not even saying about only the Muslims. Muslimsനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, innocent people. Even if it's a Muslim, it's a Hindu, it's a Christian, no matter what. Innocent ആയിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കി. They took a fetus from a pregnant woman, shoved off on a blade. ഈ വുമന്റെ ഉള്ളിൽ ബോംബൊക്കെ വെച്ച് പൊട്ടിച്ച് പീഡിപ്പിച്ചതിന് ശേഷം ഇതുപോലത്തെ ബ്രൂട്ടാലിറ്റി ചെയ്ത ആളുകളെ നമ്മൾ ഒരിക്കലും ലൈക്ക് വെറുതെ വിടാൻ പാടില്ല. ലൈക്ക് കൊല്ലുക എന്നുള്ളതിനുപരി ഇപ്പോ we should give something else. Like we should make some, discuss and make some laws for them and like punish. അത്രേ ഉള്ളൂ. And if you are ready, നിങ്ങൾക്ക് എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. മൈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഞാനൊരു കമന്റിന് പോലും റിപ്ലൈ കൊടുക്കാന്നിട്ടിരുന്നിട്ടില്ല. ഒരു യൂട്യൂബ് കമന്റിന് പോലും, ഒരു ഇൻസ്റ്റാഗ്രാം കമന്റിന് പോലും, ഒരു ഇൻസ്റ്റാഗ്രാം DM പോലും റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല. മൈ ഇൻസ്റ്റാഗ്രാം DM to be replied is 0, literally 0. My YouTube comment to be replied is 0, literally 0. And I'm gathering up the team. A team gather ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If you want to be a member of the team, just join me. You know how to contact me. Contact me. And എപ്പോഴും പറയുന്ന പോലെ stay hard.